പൊന്നാനി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച മാനവ സൗഹൃദ സംഗമം പട്ടിത്തറ അരീക്കാട് വച്ച് നടന്നു. സൗഹൃദ സംഗമം വി.ടി. ബൽറാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്ഥാനാർത്ഥിയായ അബ്ദുൾ സമദ് സമദാനിയും സംബന്ധിച്ചു. എല്ലാവർക്കും ജാതി നോക്കാതെ മതം നോക്കാതെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ചേർത്ത് പിടിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തുന്നത്. ആ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാനാണ് മാനവികതയുടെ, സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, ഉൾക്കൊള്ളലിന്റെ സന്ദേശവുമായി സമദാനി നമ്മുടേക്ക് കടന്നു വരുന്നത്. എനിക്കൊരുപാട് ബന്ധങ്ങളുള്ള, ഞാൻ അതിൻ്റെ കുറച്ച് കഥ പറഞ്ഞതുകൊണ്ടാണ് ആനക്കരയിലെ സംസാരം അല്പം നീണ്ടുപോയത്. കുമ്പിടി, എം.ടി. വാസുദേവൻ നായർ, കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, കോയക്കുട്ടി മുസ്ലിയാർ, ഇവരെക്കുറിച്ചൊക്കെ എൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും അയവിറക്കിക്കൊണ്ടാണ് ഞാനവിടെ സംസാരിച്ചത്. ഞാൻ ബഹുമാനിക്കുന്നൊരു മണ്ണാണ് ഈ തൃത്താല മണ്ണ്. തൃത്താല മണ്ണിനെ ഇന്ത്യയെ സ്നേഹിക്കുന്നവരൊക്കെ ബഹുമാനിക്കണം. കാരണം വലിയ സ്വാതന്ത്ര്യസമര സേനാനികളെ സംഭാവന ചെയ്ത മണ്ണാണിത്. കുട്ടിമാളും അമ്മക്കും ക്യാപ്റ്റൻ ലക്ഷ്മിക്കും ജന്മം നൽകി എന്ന ഒറ്റ കാരണം മതി ഈ തൃത്താല മണ്ണിനെ. പിന്നെ വൈദ്യമഠം ഇവിടെയാണ്, മേഴത്തൂർ ഇവിടെയാണ്. വലിയ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് തുടരുന്ന ഒരു ഭരണമുണ്ട് കേന്ദ്രത്തിൽ. ആ ഭരണം വിതച്ച നാശങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണ്. മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ലോകത്ത് സമാധാനമുണ്ടാവുകയുള്ളൂ എന്ന് സ്ഥാനാർത്ഥി സമദാനി പറഞ്ഞു. ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂരിൽ നിന്നായിരുന്നു സൗഹൃദ സംഗമത്തിന് തുടക്കമായത്. തുടർന്ന് അരീക്കാട്, മേഴത്തൂർ, ചാലശ്ശേരി എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി പ്രഭാഷണം നടത്തി. അഷ്റഫ് കോക്കൂർ, സി.വി. ബാലചന്ദ്രൻ, സി.കെ. നാരായണൻ നമ്പൂതിരി, സി.എൻ.എസ്. ഗംഗാധരൻ, പി.എ. സലാം, സി.പി. മുഹമ്മദ്, പി. ബാലൻ, സെബു സദക്കത്തുള്ള, ഒ.കെ. ഫാറൂഖ് തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.